അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ ദിവസവും ചൂടിനെ സംബന്ധിച്ചോളം നിർണായകമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി നമുക്ക് തേടാം. ഡോക്ടർ അഭിലാഷ് പ്രൊഫസറാണ്, കുസാറ്റ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ എൻ എം അരുൺ പാലക്കാട്ടെ ഒരു സ്ഥിതി വിലയിരുത്താൻ കൂടി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഗൾഫിൽ UAE-യിലൊക്കെ മഴയാണ്, നമുക്ക് കൊതി വരികയാണ്. കാരണം മഴ അങ്ങനെ ബാധമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം കൂടി നമുക്ക് വിലയിരുത്തണം. സജാദ്, അവിടുത്തെ UAE-യിലെ വെതർമാൻ, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡോക്ടർ അഭിലാഷ്, എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം മലയാളികൾക്ക് പൊതുവേ ഒരു അഭിപ്രായം ഒരു കാര്യത്തിലേ ഉള്ളൂ, അത് ഈ ചൂടിൻ്റെ കാര്യത്തിലാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങാനേ വയ്യ, അത്രമേൽ ഉരുകുകയാണ്. എന്ന് വരെ നമുക്ക് ഈ ഒരു അവസ്ഥ തുടരും? എന്ന് നമുക്ക് മഴയെത്തും? വേനൽ മഴ ഗണ്യമായി കുറയുന്നു. ഒരു 10% പോലും വടക്കൻ കേരളത്തിലൊന്നും മഴ പെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അഭിലാഷ്, ഈ ഒരു സിറ്റുവേഷൻ അടുത്ത ഒരു കുറച്ച് ദിവസം കൂടി, അതായത് മെയ് 10 വരെയെങ്കിലും, ഒരു സെക്കൻഡ് വീക്ക് വരെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ, മഴ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പൊക്കെ നൽകുന്ന സൂചന വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെക്കൻ കേരളത്തെക്കാട്ടിലും സ്ഥിതി കൂടുതൽ രൂക്ഷം വടക്കൻ കേരളത്തിൽ തന്നെയാണ്. കാരണം തെക്കൻ കേരളത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട തോതിലാണെങ്കിലും പല സ്ഥലങ്ങളിലും വേനൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പം സ്ഥിതി കൂടുതൽ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം തൃശ്ശൂർ, പാലക്കാട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലാണ്. ഏകദേശം ഈ വർഷം തുടക്കത്തിൽ തൊട്ട് തന്നെ ഒരു 140 ദിവസം വരെ മഴ മാറി നിൽക്കുന്ന പല പ്രദേശങ്ങളും വടക്കൻ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വേനൽ മഴ പൊതുവെ കേരളത്തിൽ 65% കുറവെന്ന് പറയുമ്പോഴും പല വടക്കൻ ജില്ലകളിലും വേനൽ മഴ അതിലും വളരെ കുറവായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിന്റെ കാര്യത്തിൽ അടുത്ത ഒരാഴ്ച കൂടി ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. പിന്നീട് ഒരു മെയ് 10 ശേഷം മാത്രമേ വ്യാപകമായിട്ടുള്ള ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതും പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത് മെയ് 15 വരെയൊക്കെ പോകാം. അപ്പം 15 ശേഷം ഉണ്ടാകുന്ന ആ ഒരു മഴയോടുകൂടിയേ പൊതുവെ ഇപ്പം ചൂട് കൂടി നിൽക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് തണുക്കാനുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായും അഭിലാഷ്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുത്തത് 2023 നമ്മുടെ ഡേറ്റാസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഉള്ള യാഥാർത്ഥ്യമാണ്. ഈ 24ലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മെയ് 10 കഴിഞ്ഞാലും ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേനൽ മഴ കിട്ടിയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാരണം കുടിവെള്ളം ഒട്ടുമിക്ക ജില്ലകളിലുമില്ല. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാടൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഉഷ്ണതരംഗം അത് നമ്മൾ പറയാം. കാരണം എല്ലാവരും ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്നത് AC ആണ്. കാരണം അത് ശരാശരി ജീവിത നിലവാരമുള്ള ആളുകൾ പോലും ഇപ്പോൾ അത് EMI പ്രകാരം വാങ്ങിക്കുകയാണ്. കാരണം നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. കാരണം കുഞ്ഞുങ്ങളുടെ അവസ്ഥ, പ്രായമായവരുടെ അവസ്ഥ, 5 മിനിറ്റ് പോലും കറണ്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ പ്രതീക്ഷകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. കാരണം ഇന്നൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സൂര്യതാപമേറ്റ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം എന്നതിനേക്കാളും കുറച്ചുകൂടെ ക്രിട്ടിക്കലാണ്. കാരണം കേരളത്തിൽ ഈ ഒരു ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നത് താപനില 40 ഡിഗ്രിക്ക് മുകളിൽ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു ഹീറ്റ് ഡിസ്കംഫർട്ട്, അതായത് ഹീറ്റ് ഇൻഡെക്സ് ഒക്കെ പറയും, ഒരു ഹ്യൂമൻ ഡിസ്കംഫർട്ട് ഇൻഡെക്സ് ആണ്. അത് ഹ്യൂമിഡിറ്റിയും കൂടെ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അസ്വസ്ഥതയുടെ തോത് വളരെ കൂടുതലായിരിക്കും. അതായത് ആംബിയൻ ടെമ്പറേച്ചർ 40-44 ഡിഗ്രി ആണെങ്കിൽ പോലും വടക്കൻ ഇന്ത്യയിൽ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു ഹീറ്റ് എക്സോഷൻ അല്ല നമ്മുടെ കേരളത്തിലുള്ളവർ അനുഭവിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ കേരളത്തോട് തൊട്ട് കിടക്കുന്ന അറബിക്കടലിന്റെ താപനിലയും ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1-2 മാസം, പ്രത്യേകിച്ച് ഫെബ്രുവരി ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിന്റെ താപനില 1.5 ഡിഗ്രിയോളം, 1.5 മുതൽ 2 ഡിഗ്രിയോളം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് നമ്മുടെ കടൽക്കാറ്റിനെയും നമ്മുടെ രാത്രികാലങ്ങളിൽ തണുപ്പിക്കുന്ന കടൽക്കാറ്റിനെയും കരക്കാറ്റിനെയും ഒക്കെ, അതായത് കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റിനെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം രാത്രിയാകുമ്പോൾ ആ ഒരു തണുത്ത കാറ്റാണ് നമ്മളെ പ്രദേശത്തെ ഒന്ന് രാത്രി തണുപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കരയും കടലും ഒരേ അവസ്ഥയിൽ ചൂടുപിടിക്കുന്ന അവസരങ്ങളിൽ ഇത്തരം കാറ്റിനെ വരെ അത് സ്വാധീനിക്കുന്നുണ്ട്. തന്നെയല്ല, കടലിൽ നിന്ന് വീശുന്ന കാറ്റിന് പോലും ചൂട് കൂടുതലാണ്. അപ്പം ഇത്തരത്തിൽ മറ്റ് പ്രദേശങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചൂട് നമ്മൾ ഇന്ത്യ പരിശോധിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യ, രായലസീമ, ആന്ധ്ര, ഒറീസയുടെ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും
കൂടുതൽ ചൂട്. ഈവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ മൊത്തവും അബ്നോർമൽ ആയിട്ടുള്ള ഹീറ്റ് കണ്ടീഷനാണ്. ബംഗ്ലാദേശിലൊക്കെ 50-ലധികം ആൾക്കാരാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മരിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടിന്യൂ സൗത്ത് ഏഷ്യൻ റീജിയനിലെ ഈ ഒരു പൊതുവെ താപനില വളരെ ഉയർന്നു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കേരളത്തോട് ചുറ്റു നിൽക്കുന്ന അറബിക്കടലിന്റെ താപനില 2 ഡിഗ്രിയോളം 1.5 മുതൽ 2 ഡിഗ്രി ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ രാത്രി താപനിലയും കൂടി കേരളത്തെ സംബന്ധിച്ച് ഉയർന്നു നിൽക്കുന്ന തീർച്ചയായും അതാണ് ആലപ്പുഴയിലൊക്കെ കഴിഞ്ഞ ദിവസം ആ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. രാത്രി താപനില കൂടുമെന്നുള്ള കാര്യം. ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ എൻ.എം. അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് സംബന്ധിച്ചോളം ഞങ്ങൾ മറ്റ് ജില്ലകളിലൊക്കെ ഇരിക്കുന്നവർ കേൾക്കുക മാത്രമേ ഉള്ളൂ അവിടെ ഇത്ര 40 ഡിഗ്രിയിലേക്ക് ഒക്കെ കടന്നിരിക്കുന്നു. പക്ഷേ നേരിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെ വിവരിക്കാൻ കഴിയും അവിടുത്തെ ചൂടുമൂലമുണ്ടാകുന്ന അസഹനീയമായ അവസ്ഥ ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ? ഡോക്ടർ ഒന്ന് മ്യൂട്ട് മാറ്റണേ, സൂമില്ലേ കേൾക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, ചൂട് വളരെ അസഹനീയം തന്നെയാണ്. പക്ഷെ എന്നെ പോലെ ഒരു ശീതീകരിച്ച മുറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര തന്നെ അനുഭവപ്പെടില്ല. പക്ഷെ എനിക്കറിയാം, എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, പല രോഗികളൊക്കെ തന്നെ പുറത്ത് വർക്ക് ചെയ്യുന്നവര്, പല കൃഷി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പറമ്പുകളിലെല്ലാം പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വളരെയധികം അസഹനീയമായിട്ടുണ്ട്. ചൂട് മൂലമുള്ള ഒരുപാട് അസുഖങ്ങളും നമ്മൾ കാണുന്നുണ്ട് ദിവസം. പ്രത്യേകിച്ച് പ്രായമുള്ളവരിലാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. 70-80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഒരു കാരണവുമില്ലാതെ ക്ഷീണം എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ വരുന്നു. ഹീറ്റ് എക്സോപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണത്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ യൂഷ്വലി അവരെല്ലാം പ്രഷറിനും പ്രമേഹത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അതിന്റെ എല്ലാം നിലകളെല്ലാം താളം തെറ്റി വളരെയധികം ക്ഷീണിതരായിട്ട് വരുന്നത്. പലർക്കും ട്രിപ്പ് കയറ്റുകയും അതുപോലെ തന്നെ ORSഉം മറ്റ് ചികിത്സകളെല്ലാം കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇവിടെ പാലക്കാട് ഉള്ളത്. എനിക്ക് തോന്നുന്നു പാലക്കാട് മാത്രമല്ല, കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ, അതും അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു ഹീറ്റ് വേവിൽ തന്നെയാണ്. നമ്മുടെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് ഇത് ഈ വർഷമല്ല, ഇനി എല്ലാ വർഷവും കൂടിക്കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത. നമ്മൾ കൂടുതലായിട്ട് ആരോഗ്യ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് ഈ ഹീറ്റ് റാഷ് എന്ന് പറയുന്ന ഈ നമ്മുടെ ചെറിയ ചൂടുകുരു പോലെയുള്ള സാധനങ്ങൾ ധാരാളം കാണുന്നുണ്ട്. സൺബേൺസ്, നേരിട്ട് പൊള്ളുന്ന മാതിരി, നമ്മൾ ഈ ചൂടുവെള്ളമൊക്കെ വീട്ടിൽ ദേഹത്ത് വന്നാൽ വരുന്ന പൊള്ളലുമാതിരിയുള്ള പൊള്ളലുകൾ കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് ഹീറ്റ് ക്രാംസ് എന്ന് പറയും. അത് നമ്മള് മാംസപേശി ഒരു മസിൽ പിടുത്തം മാതിരി വരും. അത് എക്സസീവ് സ്വെറ്റിംഗ് കാരണം ശരീരത്തിലെ ധാതുലവണങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവുന്ന ഹീറ്റ് ക്രാംസ്. ഇതെല്ലാമാണ് നമ്മൾ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരിൽ കാണുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന, പ്രത്യേകിച്ച് പ്രായമേറിയ മറ്റു പല അസുഖങ്ങളുള്ള ആൾക്കാരിലാണ് ഈ ഹീറ്റ് എക്സോഷനും അതുപോലെ ഹീറ്റ് സ്ട്രോക്കും കൂടുതലായിട്ട് കാണുന്നത്. ഹീറ്റ് സ്ട്രോക്ക് പുറത്തുള്ളവർക്കും ഉണ്ടാവും, പക്ഷേ ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട് വരുന്ന വളരെ അപൂർവമാണെങ്കിലും ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വേർപ്പ് ഇല്ലാതെയാവുന്ന, നമ്മൾ വേണ്ട രീതിയിൽ വേർക്കുന്നില്ലെങ്കിൽ അത് ഹീറ്റ് സ്ട്രോക്കിലേക്ക് പോവാം. അപ്പൊ ഒരു വളരെ വേർക്കേണ്ട ഒരു കണ്ടീഷൻ നമ്മൾ വേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പ്രശ്നം ഗുരുതരമാണെന്നുള്ളതാണ്. വേർപ്പ് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്, വേർത്തുകൊണ്ടേ ഇരിക്കണം. വേർത്താലേ നമ്മുടെ ശരീരത്തിന് താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ വേർത്തതെല്ലാം നമ്മുടെ ശരീരം ഫാനിന്റെ താഴെ ഇരുന്നോ എങ്ങനെയെങ്കിലും ആ വേർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി പുതുതായിട്ട് വീണ്ടും വേർക്കാനുള്ള സംവിധാനം രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇതിനു വേണ്ടി തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇനി ആലോചിക്കാനുള്ളത്. ഈ ഹീറ്റ് എക്സോഷൻ അതുപോലെ തന്നെ ഹീറ്റ് ക്രാംസ്, ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരാതിരിക്കാൻ നേരത്തെ സർക്കാർ എല്ലാം പറയുന്ന പോലെ തന്നെ ഒരു 11 മണി മുതൽ, എനിക്ക് തോന്നുന്നു 11-നെക്കാട്ടിലും ഒരു 3 മണി 4 മണിക്കാണ് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു 4 മണി, ചിലപ്പോൾ 5 മണി വരെ, പാലക്കാടൊക്കെ പറഞ്ഞാല് രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ തന്നെ പുറത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതോ, ഈ വീട്ടിനുള്ളിൽ തന്നെ തീരെ അടച്ചിട്ട മുറിയിൽ വായുസഞ്ചാരം ഇല്ലാതെ കിടന്ന് ഉഷ്ണിച്ചിരിക്കുന്നോ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് ഏറ്റവും കുറവ് വസ്ത്രം ധരിക്കാൻ നോക്കുക, അയഞ്ഞ വസ്ത്രം ധരിക്കുക, കോട്ടൺ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ പല പ്രാവശ്യം കുളിക്കുക, നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളത്തിൽ വെറും വെള്ളം കുടിച്ചാൽ പോരാ, കുറച്ച് സോൾട്ടുള്ള വെള്ളം കൂടി, ഉപ്പുള്ള വെള്ളം തന്നെ കുറച്ച് കുടിക്കേണ്ടതാണ്. അതിൽ മോരും വെള്ളവും നാരങ്ങ സോഡയൊക്കെ ഏറ്റവും നല്ലത്. പുറത്തൊക്കെ പണിയെടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു സംഭാരവും നാരങ്ങ സോഡയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സാധാരണ വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വളരെ ഇപ്പൊ നമുക്കൊരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, 5 മിനിറ്റ് നടന്നപ്പോഴേക്കും നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ വിശ്രമിക്കുക. ഒരു തണൽ എവിടെയാണ് കിട്ടുന്ന വെച്ചാൽ അവിടെ പോയിട്ട് 10 മിനിറ്റ് വിശ്രമിച്ചിട്ട് പിന്നെ നടന്നാൽ മതി. അപ്പൊ 5 മിനിറ്റ് കൂടെ നടന്നാൽ നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിച്ച്
വെയിലത്തൂടെ നടന്നാൽ ചിലപ്പോൾ നമ്മളിവിടെ കുഴഞ്ഞു വീഴുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അടുത്ത ഈ ഒരു മാസം മുഴുവൻ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളും വളരെ പ്രായമായവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ വെള്ളം കുടിക്കില്ല, ചിലപ്പോൾ കുടിക്കാൻ അവർക്ക് ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയാണ് പ്രശ്നം വരുന്നത്. പ്രായമുള്ള ആളുകളുടെ സ്ഥിതിയാണെങ്കിൽ അവർക്ക് മറ്റു പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ക്ഷീണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കഠിനമായിട്ടുള്ള അവസ്ഥ മറികടക്കാൻ തീർച്ചയായും നമ്മൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ തീർച്ചയായും അത് പ്രകൃതിയുടെ കൂടി ഒരു സംവിധാനമായതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗൾഫിലെ കാര്യമാണ്. ഗൾഫിലെ വിഷ്വൽസ് കാണുമ്പോൾ ഒരു കൊതി തോന്നുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നമ്മെ വിളിച്ച് നാട്ടിലേക്ക് ബന്ധുക്കളൊക്കെ വിളിച്ചു പറയൂ എന്തൊരു ചൂടാണ്. ഇപ്പോൾ തിരിച്ച് അവരിങ്ങോട്ട് വിളിച്ച് പറയണോ മഴ കാരണം ഇവിടെ ഇരിക്കാൻ വയ്യ, ഇവിടെ നമ്മൾ അങ്ങോട്ട് പറയും എന്തൊരു ചൂട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആ കാലചക്രത്തിൻ്റെ ആ ഒരു മാറ്റം. എന്തായാലും ഗൾഫിൽ എന്താണ് സംഭവിക്കുന്നത് സജാദ് ചേരുന്നുണ്ട്. സജാദ്, ഈ വെതർ അവിടുത്തെ വാച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ യു എയിലൊക്കെ എന്താണ് അവസ്ഥ? മഴ ഇങ്ങനെ പെയ്യുന്നു, തോത് കൂടുന്നു, എങ്ങനെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പോക്ക്? ഇപ്പോൾ ആക്ച്വലി ഗ്ലോബൽ വാർമിംഗ് കാരണം ഗൾഫിൽ പ്രത്യേകിച്ച് ഗൾഫിൽ ടെമ്പറേച്ചർ വിഷ്വൽസ് ഒന്ന് ഫ്രീസ് ആയിട്ടുണ്ട്. മടങ്ങിയ ശ്രീ ഡോക്ടർ അഭിലാഷ്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഈ ചൂടിൻ്റെ ഈ പാർശ്വഫലങ്ങൾ അത് എല്ലാ മേഖലയിലും ബാധിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി നമ്മൾ വല്ലാതെ ഞെരിഞ്ഞമരുന്ന കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഈ തൊഴിലിടങ്ങളിലെ ഈ നിയന്ത്രണം അത് നമുക്ക് അത് കൂടുതൽ ദിവസം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകേണ്ടി വരുമോ? പിന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൃഗങ്ങളൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ. കാരണം വനമൊക്കെ തന്നെ അവിടുത്തെ പച്ചപ്പ് ഇല്ലാതാകുന്നു, ജലാശയങ്ങൾ നൂലുപോലെ ആയി മാറുന്നു. അപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെ ഒരു നേരിട്ട് അങ്ങ് പോകുന്നതല്ലാണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് പറയുന്നതിന് അപ്പുറത്തേക്ക് മാറുകയാണോ അഭിലാഷ്? തീർച്ചയായിട്ടും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ ഹീറ്റ് വേവ് സിറ്റുവേഷൻ ഡോക്ടർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇത് എല്ലാ ആൾക്കാരെയും, വ്യക്തികളെ ആയാലും സമൂഹങ്ങളെ ആയാലും ഒരേപോലെയല്ല ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാരണം ഇതൊരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് അനുഭവപ്പെടുന്നത്. അതായത് ഓഫീസിലിരുന്ന് AC-യിലിരുന്ന് വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരാഘാതം വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് തൊഴിൽപരമായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം മെയ് 1 എന്ന് പറഞ്ഞാൽ ലോക തൊഴിലാളി ദിനമാണ്. ആ തൊഴിലാളി ദിനത്തിന്റെ അന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് പൊരുവെയിലത്ത് ആൾക്കാർ ഈ സൂര്യന്റെ താപം ഏറ്റുകൊണ്ട് പണിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏജ് വൈസ് ആയിട്ട് കുട്ടികളെയും മുതിർന്നവരെയും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് ഇത്തരം ദുസ്സഹമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാര് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര്. ഡോക്ടർ അഭിലാഷ്, ഞാനൊന്ന് മടങ്ങിയെത്താം. ഞാൻ താങ്കളിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. സജാദ്, നമ്മളിപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഗൾഫ് നാടുകളെ നോക്കിക്കാണുന്നത്. അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളങ്ങനെ ആശ്വാസത്തെ പോലെ കാണുന്നത് അവിടെയാണ്. അവിടെ എന്താണ് ഇപ്പോൾ സ്ഥിതി? ഇപ്പം എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം ആക്റ്റീവ് സ്റ്റേജിലുള്ളത്. ഇപ്പം ഈ അവസാനത്തോടുകൂടി അത് ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഈ എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം അതുപോലെ ഗ്ലോബൽ വാർമിംഗ് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഗൾഫിൽ ഇവിടെ ന്യൂനമർദ്ദങ്ങൾ പതിവായിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസിനെ മന്ത്രിക്ക് ലഭിച്ചുണ്ട്. അപ്പോ സൗദി ഭാഗങ്ങളിലൊരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെങ്കടലിലൊരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് സിസ്റ്റങ്ങൾ ഒന്നിച്ച് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലായിരുന്നു ബ്രിഡ്സിലേക്ക് വന്നിട്ട്. നമ്മളിപ്പോ ഏകദേശം ഇന്നലെ രാത്രി മുതൽ അബുദാബിയിൽ മഴ തുടങ്ങിയായിരുന്നു. അത് ഇപ്പൊ യുഎഇയുടെ എല്ലാ മൂലയിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 20 മുതൽ 50 വരെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഒരു പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കഴിഞ്ഞ ഏപ്രിലൊക്കെ ഇതുപോലെ ഉള്ള ഒരു സാഹചര്യം പോയില്ല. എന്നാലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴ അവസാനിക്കുന്നുണ്ട്. പിന്നെ ആക്ച്വലി എല്ലാ വേനൽക്കാലങ്ങളിലും അതുപോലെ സമ്മർ, ഓട്ടം, അതുപോലെ സ്പ്രിംഗ് സമയങ്ങളിലൊക്കെ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്.
എമിറേറ്റ്സിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, മലയോര പ്രദേശങ്ങളിലും മരുഭൂമികളിലൊക്കെ എപ്പോഴും മഴ ലഭിക്കുന്നതാണ്. പക്ഷെ സിറ്റി പ്രദേശങ്ങളിൽ വളരെ റെയർ ആയിട്ടാണ് ഇപ്പോൾ ഏപ്രിലിൽ മഴ ലഭിച്ചത്. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ 2015 മുതൽ ഇവിടെ UAE-ലുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സിറ്റിയിൽ ഏപ്രിലിൽ ഞാൻ ഇതുവരെ മഴ കണ്ടിട്ടില്ല. ആദ്യത്തെ ഒരു സംഭവമാണ്. അതൊരു ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഒരുപാട് മെറ്റീരിയോളജിസ്റ്റിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു 90-80 ഒക്കെ റെഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇതുവരെ സിറ്റിയിൽ ഏപ്രിലിൽ മഴ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഗ്ലോബൽ വാർമിംഗ് വളരെ മോശമായിട്ട് രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ഗൾഫ് രാജ്യങ്ങളുടെ അതൊരു സഹായമായിട്ട് മാറുകയാണ്. കാരണം ഇവിടെ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി 41 ഡിഗ്രി ഒക്കെ എത്തേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 25-26 ഉള്ളത്. ഇപ്പൊ മഴ പെയ്തത് കാരണം ഏകദേശം ഒരു 2-3 ദിവസം ഈ ടെമ്പറേച്ചർ നിലനിൽക്കും, പിന്നെ വീണ്ടും ചൂട്ടിലേക്ക് മാറും. ഇതേ സാഹചര്യം, ഇതേ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ജൂണിലും മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും സജാദ്, എന്തായാലും കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു. അപ്പം മറ്റ് ജീവൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള മഴ ഉണ്ടെങ്കിൽ അത് തുടരട്ടെ. കാരണം മറ്റ് നമ്മുടെ ദൈനംദിന സാഹചര്യങ്ങൾക്കൊന്നും അതൊന്നും തടസ്സമില്ലാത്ത രീതിയിലുള്ള മഴയാണെങ്കിൽ എന്തായാലും ആശ്വാസമാണ്. 40 ഡിഗ്രിയിൽ നിന്നും ഒരു 25 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അത് ഗൾഫിനെ സംബന്ധിച്ചോളം തൊഴിലിടങ്ങളെ സംബന്ധിച്ചോളം ഒക്കെ വലിയൊരു ആശ്വാസമാണ്. ഡോക്ടർ അഭിലാഷ്, നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ, കാരണം നമുക്ക് ഇത്തവണ കിട്ടിയത് ചൂട് വരുന്നത് ഫെബ്രുവരി മാസത്തിലേക്കാണ്, അതിൻ്റെ പീക്കിലേക്ക് എത്തുകയാണ്. ഇതിനി അടുത്ത വർഷവും നമ്മൾ ഒരു സൂചനയായി കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടി വരുമോ? ഒപ്പം തന്നെ ഈ ഗൾഫിലെയൊക്കെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കാലചക്രം, എല്ലിനോ പ്രതിഭാസം, ആഗോള താപനം, ഇതൊക്കെ പല ഘടകങ്ങൾ നേരത്തെ പറഞ്ഞ അറബിക്കടൽ തിളച്ച് മറിയുന്ന സാഹചര്യം, ഇതൊക്കെ ഇനി ഒരു ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മുൻകരുതലായി തന്നെ ഒരു സൂചകമായി തന്നെ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വർഷം ഇത്രയും ചൂടുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ ഇതേ തരത്തിലുള്ള, കാരണം നമ്മളത് മനസ്സിലാക്കേണ്ടത് 2016 ആയിരുന്നു ഏറ്റവും ചൂട് കൂടിയ വർഷം ഇതിനു മുമ്പ്. അതിനുശേഷം ഏറ്റവും ചൂട് കൂടിയ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് 2023-ലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റിലുള്ള ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള ക്ലൈമറ്റ് വേരിയബിലിറ്റി മോഡാണ് ഈ പറഞ്ഞ എല്ലിനോ എന്നൊക്കെ പറയുന്നത്. അത് വരുന്ന അവസരങ്ങളിലാണ് 2016-ലും ഈ ചൂട് ഇത്രയ്ക്കോട് കൂടിയത്. 23-ലും എല്ലിനോ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ കൂടി വരികയാണ്. ഗ്ലോബൽ വാർമിംഗ് ഇതിനെ അഗ്രവേറ്റ് ചെയ്യുകയാണ്. അപ്പം എപ്പോഴായാലും നമ്മൾ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥാ സംഭവങ്ങൾ കൂടുതൽ എക്സ്ട്രീമായിട്ട് മാറുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് തീർച്ചയായും താങ്കൾ പറഞ്ഞു വരുന്നത് എന്തായാലും ഇതൊരു സൂചകമായി തന്നെ കണ്ട് മുൻകരുതൽ അത് എല്ലാ മേഖലയും. കാരണം നേരത്തെ വൈദ്യുതഭവമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു ചൂട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് മുൻകരുതൽ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാ മേഖലയിലും വരണം. ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ്, ഒരു കാര്യം കൂടി, കാരണം മണലാരണ്യങ്ങളിൽ തകർത്ത് മഴ പെയ്യുകയാണ്. നമ്മുടെ ഇവിടെ നല്ല പച്ചപ്പൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ വറ്റ് വരണ്ട് പുഴകളടക്കം നൂല് പോലെ ജലമൊക്കെ അസ്തമിക്കുന്ന ഒരു സാഹചര്യം, അതെന്താണ്? അതിലൊരു ക്ലാരിറ്റി എന്താണ്? ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമവാദങ്ങളും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ സർക്കുലേഷനും കൂടെയുള്ള ഒരു ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അത് ഗ്ലോബൽ വാർമിംഗും ആർട്ടിക്കിൽ ഉണ്ടാകുന്ന മഞ്ഞുരുകുന്നത് വരെ ഇത്തരം പശ്ചിമവാദങ്ങളുടെ ഒരു ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ ആ ഒരു ഇൻട്രൂഷൻ കുറച്ചുകൂടെ സൗത്തിലേക്ക് മാറ്റി ഗൾഫ് മേഖല, പ്രത്യേകിച്ചും ആ ഒരു വെസ്റ്റേൺ അറേബ്യൻ ഭാഗത്ത് ഏകദേശം ഈ ഉഷ്ണമേഖല വാദങ്ങളും നമ്മുടെ ട്രോപ്പിക്കൽ ഉഷ്ണമേഖല സംവഹനവും യോജിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് തന്നെയാണ് ഈ ഉത്തരാഖണ്ഡിലും ഒക്കെ മേഘവിസ്ഫോടനം ഉണ്ടായപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിൽ നിന്ന് വരുന്ന സർക്കുലേഷൻ ട്രോപ്പിക്കൽ സർക്കുലേഷനിലൂടെ ഇന്ററാക്ട് ചെയ്ത് അതിനെ അഗ്രവേറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇത്തരം അവസരങ്ങളും ഭാവിയിൽ ആഗോളതാപനം കാരണവും ആർട്ടിക്കിലെ മഞ്ഞുരുന്നതും ഒക്കെ കാരണം ഇത്തരം പ്രതിഭാസങ്ങൾ കൂടുതൽ ഈ ഉപോഷ്ണ മേഖലയിൽ ഉണ്ടാകുന്ന ഈ വാദങ്ങൾ കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് കൂടി സൗത്തിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നത് ഇത്തരം മേഖലയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഉഷ്ണത്തെ പറ്റി സംസാരിച്ചു. ഒരു മെയ് 15
കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ്നിങ്ങും അതുപോലുള്ള തണ്ടർ അതുപോലുള്ള ഈ ചക്രവാത ചുറ്റികളെ പറ്റിയൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മൺസൂൺ വരുമ്പോൾ നമ്മൾ ഇപ്പം പ്രജീഷനെ നമ്മൾ മഴയെ കൊതിക്കുകയാണ്. അവസാനം മൺസൂൺ വരുമ്പം പിന്നീട് നമ്മൾ പറയേണ്ടതായിട്ട് വരും എന്ത് മഴയാണിത്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. എന്തായാലും ഒരു കാര്യം ഞാൻ ഡോക്ടർ അരുണിലേക്കും മടങ്ങിയെത്താൻ 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാൻ. എന്തായാലും ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും നമുക്ക് AC വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ശരാശരി ജീവിതനിലവാരമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇത്തരമൊരു പ്രതിഭാസം അത് പ്രകൃതിയുടേതാണ്. അപ്പോൾ അതിനെ നമുക്ക് നേരിടാനുള്ള സ്വയം മുൻകരുതലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, അസുഖം ബാധിതര ഇവർക്കൊക്കെയുള്ള സ്വീകരിക്കേണ്ട കുറച്ചുകൂടി ജാഗ്രതയുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അറിയാം. എന്തൊരു ചൂട്, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ് വിദഗ്ധർ പറഞ്ഞു തരുന്നത്. ഡോക്ടർ അരുൺ, എന്തായാലും ഒരു പുറത്ത് ചൂട് അല്ലെങ്കിൽ വിയർക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും ആശുപത്രിയിൽ ഡോക്ടറെ പോയി കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ അസഹനീയതകൾ അത് നമ്മൾ ഗുരുതരമാകുന്ന സാഹചര്യങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവെച്ച ഡോക്ടർ മ്യൂട്ട് ഒന്ന് മാറ്റണേ. നമുക്കിത് തടയാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഒന്ന് പറയാം. നേരിട്ട് സൂര്യപ്രകാശം തലയിൽ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഏറ്റവും നല്ലത് കുട പിടിക്കണം. പലർക്കും കുട പിടിക്കാൻ മടിയാണ്. അപ്പൊ വലിയൊരു കുടയുണ്ടെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ പിടിക്കുന്ന വലിയ പഴയ ടൈപ്പ് കുട പിടിച്ചിട്ട് പുറത്തേക്ക് നടക്കാൻ പറ്റുമോ നടക്കുക. ജോലി ചെയ്യുന്നവർക്ക് തൊപ്പി ധരിക്കാവുന്നതാണ്. തൊപ്പി ധരിച്ചുകൊണ്ട് ജോലി ചെയ്യാം. പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊപ്പി ധരിക്കാം. വളരെ അയഞ്ഞ വസ്ത്രങ്ങളാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വസ്ത്രം കുറഞ്ഞാൽ അത്രയും നല്ലത്. കോട്ടൺ പോലത്തെ വസ്ത്രങ്ങളാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ വെള്ളം ധാരാളം കുടിക്കണം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു 3 മണിക്കൂർ പണിയെടുത്തിട്ട് പിന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. അതില് ഉപ്പുള്ള വെള്ളം വേണം, ഉപ്പില്ലാത്ത വെള്ളം വേണം. ഉപ്പുള്ള വെള്ളത്തിൽ നമുക്ക് മോരും വെള്ളവും നാരങ്ങ വെള്ളമാണ് ഏറ്റവും നല്ലത്. അതുപോലെ സാധാരണ വെള്ളവും ധാരാളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കണം. നമുക്ക് സാധാരണ നമ്മൾ വിചാരിക്കും നമുക്ക് 3-4 മണിക്കൂർ ഒരുമിച്ച് പണിയെടുക്കാൻ ശാരീരിക അധ്വാനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുമ്പോഴും ഈ കാലാവസ്ഥയിൽ അത് സാധിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്ന ഷെയ്ഡഡ് ഏരിയയിൽ പോയി വിശ്രമിക്കേണ്ടി വരും. വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കേണ്ടി വരും. കൂടെ വിശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിയുന്നതും ഏറ്റവും ചൂട് കൂടുന്ന 11-നും 4-നും ഇടയ്ക്കുള്ള സമയത്ത് കാര്യമായ ഇങ്ങനത്തെയുള്ള ശാരീരിക അധ്വാനം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവര് അവരുടെ വാല്യൂസ്, അതായത് ഷുഗർ ആണെങ്കിൽ ഷുഗർ, ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ വളരെ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ അബ്നോർമലായിട്ട് ഹൈ ഷുഗറും ഹൈ BP ഒക്കെ വെച്ചിട്ട് ഈ കൊടും ചൂടിൽ അധ്വാനിക്കുന്നവർക്ക് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ നോർമലാണെന്ന് വിചാരിക്കുക, അതൊന്ന് നോക്കണം. അതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന വയോധികരായിട്ടുള്ള ആളുകൾ അവരും ഇതിനെല്ലാം മരുന്ന് കഴിക്കുന്നവരായിരിക്കും. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. അവരുടെ ഷുഗറും BP ഒക്കെ വളരെ നോർമലാണെന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും വളരെ വയോധികരായ ആളുകൾ പലപ്പോഴും അവർക്ക് ഓർമ്മത്തെറ്റുണ്ടാവും. ഇതൊന്ന് ഹീറ്റ് ഷോക്ക് ആയിട്ട് മരിച്ച, പാലക്കാടൊക്കെ മരിച്ച ഒരു വ്യക്തി ഡിമെൻഷ്യയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വളരെ ഡിമെൻഷ്യയൊക്കെയുള്ള ആൾക്കാർക്ക് അവർക്ക് ദാഹം അറിയില്ല, വിശപ്പ് അറിയില്ല. അപ്പൊ അവർക്ക് നമ്മൾ നിർബന്ധിച്ചിട്ട് അവര് നമ്മൾ പ്രത്യേക ഒരു കെയർ നമ്മൾ സമാധാനത്തോടു കൂടി, കൂടുതലും ചൂടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വളരെ ഷൗട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കി എല്ലാവരും ഒരു കെയർ ചെയ്യുക, സ്വയം കെയർ കൂടി. അതെ, തീർച്ചയായിട്ടും അത് ഹീറ്റ് എക്സോഷൻ ആയിരിക്കും. പ്രായമായ ആൾക്കാർ പല പ്രദേശങ്ങളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഹീറ്റ് എക്സോഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം അവരുടെ ബോഡിക്ക് ഇത്, അതായത് ബോഡിയുടെ താപനില ക്രമീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ആംബിയന്റ് ടെമ്പറേച്ചർ കൂടുകയും ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഡോക്ടർ തന്നെ സൂചിപ്പിച്ചത്. ഇത്തരം അവസരങ്ങളിൽ ആ ഒരു ഹീറ്റ് എക്സോഷനിലേക്ക് പോകുന്ന ആ ഒരു കണ്ടീഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സൂചന കണ്ട് ഉടൻ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്. അപ്പം ആംബിയൻ കണ്ടീഷന് വേണ്ടി നമ്മളെപ്പോഴും സഞ്ചരിക്കുമ്പോഴായാലും പുറത്തിറങ്ങുമ്പോഴായാലും കുറച്ച് വെള്ളം കരുതുക. 11 മണി മുതൽ 2-2:30 വരെയുള്ള സമയത്ത് കഴിവതും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പക്ഷേ ഇതൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും പുറത്ത് പണിയെടുക്കുന്ന, ഉപജീവനത്തിനായിട്ട് പുറത്ത് പണിയെടുക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യം എടുക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാകും എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട്. ശരി, തീർച്ചയായും ഡോക്ടർ അഭിലാഷ്, ഒപ്പം തന്നെ ഡോക്ടർ അരുൺ, വളരെ നന്ദി. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന്. ഒപ്പം തന്നെ സജാദ് അവിടെ നിന്നും ഗൾഫിൽ നിന്നും അവിടുത്തെ സാഹചര്യം കൂടി നമ്മോട് വിവരിച്ചു.